തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന 34-കാരിയെ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവായ കുഞ്ഞുമോൻ ദിവ്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് അറിയുന്നത്. ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, എപ്പോഴാണ് കൊലപാതകം? ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. അതായത് ഈ ഭാര്യയെ ഈ ഭർത്താവ് കൊലപ്പെടുത്തിയെന്നല്ല ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരം. അതായത് ഈ ഭാര്യയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് ഭർത്താവ് ബന്ധുക്കളോട് പറയുകയായിരുന്നു. തൃശൂർ വരന്തരപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. വരന്തരപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോനാണ് ഭാര്യ കൊല്ലപ്പെട്ടതായി, ഭാര്യ മരിച്ചു കിടക്കുന്നതായി ആദ്യം ബന്ധുക്കളോട് പറഞ്ഞത്. 34 വയസ്സുകാരിയായ ദിവ്യയാണ് മരിച്ചത്. പിന്നീട് ബന്ധുക്കൾക്ക് പക്ഷേ ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. കാരണം നെഞ്ചുവേദനയായിരിക്കാം മരിച്ചതെന്നുള്ള ഒക്കെയാണ് ഈ കുഞ്ഞുമോൻ എല്ലാവരോടും പറഞ്ഞത്. പക്ഷേ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ഭാര്യയുടെ കഴുത്തിലും അതുപോലെ തന്നെ ശരീരത്തിലും പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന ഒരു സംശയം പോലീസിനുണ്ടായി. തുടർന്ന് കുഞ്ഞുമോനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മരണവിവരം, അതായത് ഇത് കൊലപാതകമാണ് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. ഈ ഭാര്യയോടുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ഈ 34 വയസ്സുകാരി ഈ കടയിലും അതുപോലെ തന്നെ പുറത്തുമായി ഇവർക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള സംശയം കുഞ്ഞുമോനുണ്ടായി. കുഞ്ഞുമോൻ ഇവർ ജോലിക്ക് പോകുമ്പോൾ പിന്തുടർന്ന് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമോൻ പോലീസിനോട് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഈ ഭാര്യ മറ്റൊരാളോട് കൂടി ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു. അതിലുണ്ടായ ദേഷ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് കുഞ്ഞുമോൻ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും അതിക്രൂരമായി തന്നെയാണ് ഒരു സംഭവം നടന്നിരിക്കുന്നത് തൃശൂർ വരന്തരപ്പള്ളിയിൽ.